സിജി, ഇപ്പോൾ കേസ് വന്നിരിക്കുന്നു നിങ്ങൾക്കെതിരെ. കാർഡ് ഫാർമറുമായിട്ട് ചേർന്നിട്ട് അനൂപിനെതിരെ അനാവശ്യമായ സംസാരം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ സിജി? ഉറച്ചു നിൽക്കുന്നു. കാരണം ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 100% സത്യസന്ധമാണ്. സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിവിടെ പോലീസ് ചോദിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അന്നേരവും അനൂപ് എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും കേസ് എടുക്കാവോ എന്നൊക്കെ അവിടെ ചോദിച്ചു. പക്ഷെ അതൊന്നും പറ്റത്തില്ല, നിങ്ങൾക്ക് നീതി വേണം, ഇതിൽ തൃപ്തനല്ല എങ്കിൽ കോടതിയെ നേരിട്ട് സമീപിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ കോടതിയെ നേരിട്ട് സമീപിക്കാമെന്ന് പറഞ്ഞ് ആളിവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ വെച്ച് ഈ നടന്ന കാര്യങ്ങളൊന്നും എല്ലാം നിഷേധിക്കുകയും നോബിയായിട്ട് ആ ഒരു വീട്ടിൽ വെച്ച് മദ്യം കഴിക്കാറില്ല, ഈ ബിസിനസ് കാര്യങ്ങളുമായിട്ട് വല്ല ഇടയ്ക്ക് അവിടെ പോകുന്നല്ല, അതുകൊണ്ട് അവനുമായിട്ട് വേറെ മദ്യം കഴിക്കുകയോ അവൻ്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ മർദ്ദിക്കണമായിട്ട് കാണുകയോ ഒന്നും അവൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഷൈനിയുടെ നോബിയുടെ കസിന. എങ്ങനെയാ കസിൻ പറയുമ്പോഴത്തേക്കിന്? കസിന് അച്ഛൻ്റെ റിലേഷൻ, അടുത്ത റിലേഷൻ തന്നെയാണ്. അടുത്ത ഒരു ഇവരുമായിട്ട് എങ്ങനെയാണ് ഇത് ഈ സംഭവങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് മനസ്സിലായി ഒരു 3-3.5 വർഷം മുമ്പ് ഇതുപോലെ ഷൈനി നമ്മുടെ വീട്ടിൽ വന്നപ്പം ചുണ്ടും മുഖമൊക്കെ വീങ്ങി നീര് വെച്ച് കഴുത്തൊക്കെ പാട് വിട്ടു. അത് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ നോബി അടിക്കുന്നതാണ്, പോണതിൻ്റെ തലവത്ത് ഇത്ര ക്രൂരമായിട്ട് മർദ്ദിക്കുക എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം നമ്മുടെ ഒരു പെങ്ങളുമായിട്ട് തൊടുക പോലീസ് സ്റ്റേഷനിൽ പോയി. അതാണ് ആദ്യത്തെ ഒരു കേസ്. സ്റ്റേഷനിൽ ചെന്ന് പോലീസുകാർ നേരിട്ട് കണ്ടു. അവർക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കാരണം നമുക്കായാലും ഇപ്പോൾ അകലെ നിന്ന് കണ്ടാൽ തന്നെ അറിയാം, കാരണം അതുപോലെ പാടുകളൊക്കെ ആയിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്തു. അതാണിപ്പം ഏറ്റവും അവർക്ക് മാറ്റി എന്നൊക്കെ പറയുന്നു. ഈ കേസെടുത്ത് അവർ അന്വേഷിച്ച കേസ് കോടതിയിലേക്ക് വിട്ടു എന്ന് പറഞ്ഞു. ഒരിക്കൽ ഷൈനി പറഞ്ഞിട്ട് നോക്കി കഴിഞ്ഞാൽ അതേക്കുറിച്ച് പിന്നെ നടപടി ഇവരോടൊന്നും നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. എന്താണെന്നറിയില്ല. അന്ന് അതിന് ശരിയായൊരു നീതി കിട്ടിയോ എന്ന് ചോദിച്ചാൽ അതേക്കുറിച്ച് ഇപ്പോഴും സംശയമാണ്. എന്താ ഈ ഷൈനി പറയുന്നത് ഇങ്ങനെ നോബി ഇങ്ങനെ മർദ്ദിക്കുന്നതിനെ പറ്റി? നിസ്സാര കാരണങ്ങളൊന്നും ഒന്നും പറയണ്ട, ചിലപ്പോൾ വെറുതെ മർദ്ദിക്കുമെന്ന് പറഞ്ഞു. അവരുടെ അമ്മ ഇപ്പം എന്താ പറയുക, അച്ഛൻ പറഞ്ഞിട്ട് കേട്ടില്ല, അല്ലെങ്കിൽ താമസിച്ചു പോയി, ഒരു കാരണമില്ലാതെ എന്തോ ഒരു എന്താ പറയുക, ഒരു ബോധമില്ലാത്ത രീതിയിൽ വേറെ ഏതോ ലെവലിൽ തലയൊക്കെ കിറങ്ങി വന്നിട്ടങ്ങ് അടിക്കുക. ഭയങ്കരമായിട്ട് ക്രിമിനൽ. ഒരു സാധാരണ മനുഷ്യന് എത്ര മദ്യം കഴിച്ചാലും ഇത്രയും ക്രിമിനലായിട്ട് പെരുമാറാൻ പറ്റില്ല. പിന്നെ ഞാൻ എത്രയോ നേരത്തെ അവരുടെ വീട്ടിൽ പോവുകയും ഈ നോവിക്കേട്ട് 7-8 വയസ്സ് മുതൽ കളിച്ചു വന്നതാണ്. ഈ അനൂപമായിട്ട് കമ്പനി കൂടുന്നതിന് മുമ്പ് നമ്മളവിടെ പോവുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഇടയ്ക്ക് അവരുടെ ആ പിള്ളേർ ആതുർവാനിക്ക് വരെയും ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് അവിടെ പോയാണ് ആ ഫുഡ് വരെ ഉണ്ടാക്കിയത്. കാരണം അതുപോലെ ഒരു നല്ല ബന്ധമുണ്ടായിരുന്നു ഈ ഇവരുമായിട്ട്. അതിനുശേഷം ഈ അനൂപ് എന്ന് പറഞ്ഞ ആൾ ആ ചുങ്കത്തിൽ വന്ന അനൂപ് ശരിക്കും ഇവരുടെ ബന്ധുവല്ലേ? ഒരു ബന്ധവുമില്ല. അവൻ വേറെ എവിടുന്നോ വന്ന് ചുങ്കത്തിൽ വന്നു, അവിടെ ലോഡ്ജും റൂം എടുത്തു. മദ്യത്തിൻ്റെ ബന്ധമാണ്. അത് കഴിഞ്ഞ് കുറച്ച് നാളിങ്ങനെ നോക്കി വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഈ മദ്യം കഴിക്കുന്ന കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ പൊതുവെ ശ്രദ്ധിച്ചു തുടങ്ങി. പിന്നെ പുറത്തുനിന്ന് ഒരാൾ വരുന്നതാണല്ലോ. ഞങ്ങൾ എന്നിട്ട് നോക്കി കഴിയുമ്പോൾ ഒരു രാത്രി 8-10-15 മണിയാകുമ്പോൾ ഒരു പരിചയമില്ലാത്ത 4-5 പേര് നല്ല സൈസുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നു പോകുന്നു. എന്തോ ഒരു ആൾക്കാർക്ക് പൊതുവെ ഒരു ഭയമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഇല്ലീഗലായിട്ട് എന്തോ നടക്കുന്നു, ചിലപ്പോൾ എല്ലോ ഈ മയക്കുമരുന്നോ അല്ലെങ്കിൽ ഉണ്ടാകും, അങ്ങനെയൊക്കെ ആയിരിക്കും. ആൾക്കാർക്ക് പൊതുവെ പേടിയായി. അത് കാരണം ആൾക്കാർ പിന്നെ നോക്കി നിൽക്കുമായിരുന്നു. എന്ന് വെച്ചാൽ പരാതിപ്പെടാനോ മറ്റു രീതിയിലൊന്നും ആൾക്കാർ പോയില്ല. മൊത്തത്തിൽ എന്താ പറയുക, ഉള്ളിലൊരു എല്ലാവർക്കും പേടിയാണ്. ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോഴേ ഉണ്ടാക്കണങ്ങൾ അതൊക്കെ നോക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. അപ്പം അങ്ങനെ ഒരു നിരീക്ഷണത്തിലായിരുന്നു. ഈ നോവയുടെ വീടിൻ്റെ കയ്യിൽ ഞാൻ പോകുമ്പോൾ ഒരു ദിവസം കുറേ പ്രാവശ്യമെങ്കിലും പോകും, പണിയില്ലാത്ത ദിവസം. അപ്പോൾ ഈ തൊട്ടടുത്ത് ഗേറ്റിന് അവിടെ ചെന്ന് കഴിക്കുമ്പോൾ ഈ രാത്രിയിൽ ഇതുപോലെ ഷൈനി ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എത്ര തവണ ഞങ്ങൾ ഗേറ്റിൻ്റെ വാതിൽ സൈഡിൽ ബൈക്ക് നിർത്തിയിട്ട് പിന്നെ കേട്ടോണ്ടിരുന്നു. ഈ പറയണ അനൂപ് പക്ഷേ അന്നേരം ഇവൻ നോർമൽ വെള്ളം അടിക്കുള്ളൂ. അതാണ് അനൂപ്. അവരങ്ങോട്ട് പൂസായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഈ ലഹരി വസ്തുക്കൾ കഴിച്ചു കഴിഞ്ഞാൽ ആരും കണ്ണു കാണാൻ പറ്റില്ല. അതായത് ഇവരുടെയൊക്കെ മുമ്പിലിട്ട് ഈ അച്ഛൻ്റെയും അമ്മയുടെയും ഈ മക്കളുടെയും ഇവൻ്റെയും ഒക്കെ മുമ്പിലിട്ട് അടിക്കുന്ന ഇവനൊരു ഹരമാണ്. നമ്മളിപ്പം ജനലടച്ചിരിക്കുകയാണെങ്കിലും കരച്ചിൽ കേൾക്കാം, പിള്ളേരെ കരച്ചിൽ കേൾക്കാം, ഈ ഷൈനി പതുക്കി കരയുന്നത് ആ സൗണ്ടും കേൾക്കാം, ഇവൻ്റെ ചീത്ത വിളി. അപ്പം നമുക്കറിയാം, ഷൈനി പറഞ്ഞിട്ടുണ്ട് വളരെ വേദന. കാരണം വെച്ചാൽ നമുക്ക് നേരിട്ട് ഇടപെടാൻ പറ്റില്ല. ഇപ്പം ഈ സംഭവം ഈ മരണം കഴിഞ്ഞേ പിന്നെ തന്നെ ഇത്രയും ജനങ്ങൾ സോഷ്യൽ മീഡിയ ഇടപെട്ടിട്ട് ഇവരെ സിമ്പിളായിട്ട് ജാമ്യം എടുത്തു പോകും.
അതിന് മുമ്പെങ്ങാനും ഇതിൻ്റെ അകത്ത് നേരിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ അവർ നമ്മളെയൊന്നും വെച്ചേക്ക് തരാം. കാരണം അത്രയ്ക്ക് പവറുണ്ട്. അനൂപിനെ പറ്റി എപ്പോഴെങ്കിലും പരാതി പറഞ്ഞാട്ടോ, ആരോടെങ്കിലും പറഞ്ഞായിട്ട് അറിയാമോ? എല്ലാ അനൂപിൻ്റെ കൂടെയാന്ന് പറഞ്ഞു കമ്പനി ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു. പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അല്ലേ ജിയോ ആയോ അനൂപാന്ന് പറഞ്ഞു. കാരണം അതാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അനുവിൻ്റെ കുടുംബത്തെ പറ്റി എന്തെങ്കിലും സംസാരം ഉണ്ടായിട്ടുണ്ടോ ആരെങ്കിലും? കുടുംബത്തെ പറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഇന്ന് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പം രാവിലെ 10 മണിയോടുകൂടി ഇപ്പം വന്നെന്ന് പറഞ്ഞേ പ്രകാരം വന്നാണ്. ഷൈനിയുടെ വിഷയം. ഷൈനിയുടെ, അതെ. എന്താണെന്ന് വല്ലതും അത് വാർത്തയായിട്ട് എടുത്തതിനുമായിട്ട് ബന്ധപ്പെട്ട് എന്നാ പറഞ്ഞേ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു. ആ വാർത്തയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ട് അപമാനിച്ചു. ഈ ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരെ നോക്കിയാൽ. അപ്പോൾ അത് കാരണം അതിന് ഇന്ന് 10 മണിയാകുമ്പം സ്റ്റേഷനിൽ വന്നെന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഷൈനി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹാർഡ് വർക്കറായിരുന്നു. അവക്കടെ പറമ്പിൽ കണ്ടമാനം കിടന്ന് കഷ്ടപ്പെട്ട് BSc നഴ്സിംഗ് പഠിച്ച ഒരു മോള്, ഒരു പെണ്ണ് കഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിയുണ്ട്. അവൾ നിയമങ്ങൾ പല രീതിയിലും അവക്കടേതായ ന്യായങ്ങൾ, സത്യാവസ്ഥ വെളിപ്പെടുത്താനായിട്ട് പല വാതിലുകളും അവൾ മുട്ടി വിളിച്ചു. ഒരിടത്തുനിന്നും നമുക്ക് ഒരു നീതി കിട്ടിയില്ല. അവളെ സഞ്ചരിച്ച അതേ വഴികളിൽ കൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ അതേ സ്ഥലത്താണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടുന്ന് നിയമപരമായിട്ട് നീതി കിട്ടുമെന്ന് അറിയേണ്ടതായിട്ടുണ്ട്. ഇവിടുന്ന് നമ്മളോടുള്ള സമീപനം സ്റ്റേഷൻ്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണെന്ന് കണ്ടറിയാം. എന്താണേലും ഇത് എത്ര മാത്രം, അതായത് ഷൈനിക്ക് നീതി കിട്ടുന്നവരെ നമ്മൾ അഹോരാത്രം ഹാർഡ് ഫാർമർ എന്ന ചാനൽ അഹോരാത്രം മുന്നേറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു കർഷകയാണ്. ഹാർഡ് ഫാർമർ എന്ന് പറഞ്ഞാൽ ആ വേർഡിൻ്റെ അതേ പേര് ഉൾക്കൊള്ളുന്ന ഒരു സ്ത്രീയായിരുന്നു ഈ ഷൈനി. അപ്പോൾ ഷൈനിക്ക് നീതി കിട്ടാൻ വരെ അങ്ങേയറ്റം ഞങ്ങൾ പോരാടും. വകുപ്പ് മന്ത്രിമാർക്കെല്ലാം ഞങ്ങൾ പരാതി എടുത്തിട്ടുണ്ട്. തോമസും അതുപോലെ തന്നെ ഈ ചുങ്ക ഇടവകയിലുള്ള ആൾക്കാർ എല്ലാവരും സൈൻ ചെയ്ത് വകുപ്പ് മന്ത്രിക്ക്, മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതികൾ അയച്ചിട്ടുണ്ട്. അപ്പം സ്റ്റേഷനിൽ കയറിയിട്ട് ഇറങ്ങിയിട്ട് ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ ഉറച്ചു വയ്ക്കും? തീർച്ചയായിട്ടും ഒരു മാറ്റമില്ല ഇതിന്. സത്യസന്ധമായ കാര്യങ്ങളാണ്. അതായത് സിജിനെ സംബന്ധിച്ച സിജി വളരെ റിലേറ്റീവ്, തൊട്ടടുത്താണ്. സിജിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നമ്മളൊന്നും ആരെയും പേടിക്കേണ്ട കാര്യം. കാരണം ഈ അനൂപ് എന്ന് പറഞ്ഞ വ്യക്തി ഒരേ ഒരു കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു, ഇത് പറ്റത്തില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും പറ്റത്തില്ല. കാരണം ഇത് നിങ്ങൾ കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നത്. ഇതിനെല്ലാം അനൂപിന് ദൃസാക്ഷിയാണ്. ഈ ഷൈനിനെ തല്ലുന്നതെല്ലാം അനൂപിൻ്റെ മുമ്പിൽ വെച്ചാണ് എന്നാണ് അല്ലേ സഹോദര? അതെ. ഇത് അവിടെ നേരത്തെ പോലും ഞങ്ങൾ ചെറുപ്പം മുതലേ ഫ്രണ്ട്സാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പോയിക്കൊണ്ടിരുന്നു. ഈ അനുവുമായിട്ട് കമ്പനി തുടങ്ങിയപ്പോഴാണ് നമ്മൾ അങ്ങോട്ട് കയറാതിരുന്നത്. കാരണം ഈ കള്ളുടി കഴിഞ്ഞാൽ അടിയും ബഹളം ഒച്ചപ്പാടും, പിന്നെ നമുക്കൊന്നും നേരിട്ട് അങ്ങ് ഇടപെടാൻ പറ്റില്ല. പക്ഷേ എങ്കിലും നമ്മളെ വെളിയിൽ നിൽക്കുമ്പോൾ കേൾക്കാമായിരുന്നു. ഇവൻ്റെ പലതവണ ഇവനെ ഇങ്ങനെ നോക്കി ഇവനോട് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇവൻ വന്നേ പിന്നെയാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഇതുപോലെ ആയത്. ആ കുടുംബം നശിപ്പിച്ച് ഇവൻ ഒറ്റയെടുക്കണം. നോബി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറയാം എൻ്റെ ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് ഞങ്ങൾ സ്വന്തക്കാരാണ്. അവനിങ്ങനെ ഒരു പ്രശ്നമുള്ള ആളല്ലായിരുന്നു. പക്ഷേ ഇവന് ഒറ്റ ഒരാളുടെ ഇതുകൊണ്ടാണ് അവൻ അങ്ങനെ ആയിപ്പോയത്. പക്ഷേ ഇവനെതിരെ കേസെടുക്കാനോ ഒന്നും നിയമമില്ല, എടുക്കുന്നില്ല. എങ്കിലും സത്യം തുറന്നു പറയും. പരാതി എന്താണെന്ന് ഡീറ്റെയിൽ പറഞ്ഞിട്ടില്ല. ഇവിടെ വന്നാലേ പറയാൻ പറ്റുള്ളൂ. എന്തോ അനൂപാണ് പരാതി കൊടുത്താക്കുന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അനൂപ് ഒരു 2 പിള്ളേരുള്ള വീട്ടിലേക്ക് കള്ളു കുടിക്കാനായിട്ട്, അല്ലെങ്കിൽ പിള്ളേരെ കൊണ്ട് വെള്ളം വരെയുടെ മധ്യത്തിൽ ഒഴിക്കാനായിട്ട് കൊണ്ടുവരിക എന്നാണ് കേട്ടെ. നമുക്ക് എന്താണെങ്കിലും ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.